മണി എന്ന പല പേരുകൾ വരുന്നു. എല്ലാം ഒരാൾ എന്നാണ് സംശയം. SIT സംഘം ഡി മണിയെ തേടിയപ്പോൾ കണ്ടെത്തിയത് MS മണിയെ. ഓട്ടോ ഡ്രൈവർ മുതൽ മാധ്യമ പ്രവർത്തകൻ വരെ വേഷങ്ങൾ ഇയാൾക്കുണ്ട്. നിലവിൽ ദിണ്ടിഗലിലെ റിപ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ് മണി. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പലതരത്തിൽ, പല രൂപത്തിൽ, പല അവതാരങ്ങളായി മണിയെ കാണുന്നു. ആരാണ് ഈ മണി എന്നതിലെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുകയാണിപ്പോൾ? മണിയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെയാണ്. അതാണ് SIT സംഘം മണിയോട് ഹാജരാവാൻ തിരുവനന്തപുരത്തേക്ക് തീയതി നൽകിയിട്ടുണ്ടെങ്കിലും SIT സംഘം മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് MS മണിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് അവർ. ഇവരുമായി ബന്ധപ്പെടുന്ന കൂടുതൽ കണക്ഷൻ തന്നെയാണ് അന്വേഷണ സംഘം തേടുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. കാരണം മോത്തി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിയെ ചുറ്റിപ്പറ്റി ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. SIT സംഘത്തിന് ആദ്യം ലഭിച്ച നമ്പറിലൂടെ തന്നെയാണ് ഈ മണിയിൽ എത്തുന്നത്. അപ്പോൾ താൻ ഡി മണിയല്ല MS മണി എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെ ഈ MS മണിയിലേക്ക് ഡി മണിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ പ്രാദേശികമായി നമ്മൾ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഓട്ടോ ഡ്രൈവറിൽ നിന്ന് തുടങ്ങി 6 വർഷത്തിനിടെ അത്ഭുതകരമായ വളർച്ചയാണ്. അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധമുള്ള ആളാണ് ഈ MS മണി എന്നുള്ളത് തന്നെയാണ്. ഓട്ടോ ഡ്രൈവറായി തുടങ്ങി പിന്നീട് ഇവിടുത്തെ പ്രാദേശിക പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പ്രാദേശിക റിപ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി, പിന്നീട് ഫിനാൻസ് കമ്പനി ആരംഭിച്ചു. തിയേറ്ററിലെ പോപ്കോൺ വിൽപ്പന നടത്തിയപ്പോൾ പോപ്കോൺ മണി എന്നറിയപ്പെട്ടു, ഓട്ടോ മണി എന്നറിയപ്പെട്ടു. അങ്ങനെ പല പേരുകളിൽ ഈ DS മണി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ MS മണി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡി മണിയാണോ MS മണി എന്ന ചോദ്യത്തിന് അതിൽ വ്യക്തമായ ഒരു ആധികാരിക വരുത്താനുള്ള അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ച് SIT തുടരുന്നു. അപ്പോൾ നമ്മൾ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ഇയാളുടെ അത്ഭുതകരമായ സാമ്പത്തിക വളർച്ച നാട്ടുകാരെ പോലും അതിശയിപ്പിക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. പല സാമ്പത്തിക ഇടപാടുകൾ, അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുണ്ടെന്ന ആരോപണങ്ങൾ പ്രാദേശികമായൊക്കെ പറയുന്നു. അതിന് ഈ മാധ്യമപ്രവർത്തനം എന്ന ലേബൽ മറയാക്കി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പലരും പ്രാദേശികമായി തന്നെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ആധികാരികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ മണിയെ തേടിക്കൊണ്ടുള്ള അന്വേഷണം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉറപ്പാക്കാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വരുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും വ്യക്തതയില്ല. എന്തായാലും മണിയെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ SIT സംഘം തുടരുകയാണ്. MS മണി എന്ന 6 വർഷക്കാലം കൊണ്ട് അത്ഭുതകരമായ സാമ്പത്തിക നേട്ടം കൈവരിച്ച സാമ്പത്തിക ഇടപാടുകളുള്ള ആൾ ആണോ ഈ ഡി മണി എന്ന ചോദ്യത്തിന് പിറകെയാണ് SIT ഉള്ളത്. ശരി.